ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി എക്സൈസ്, പോലീസ് സംയുക്ത പരിശോധനകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു. എക്സൈസ്, പോലീസ് വകുപ്പുകൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ, ഹൗസ് ബോട്ട് തുടങ്ങിയവ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തും. ചാത്തന്നൂർ ദേശീയപാതയോരത്തെ അലയൻസ് മെറ്റൽസിലെ പെയിന്റ് കടയിൽ രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 5 മുറികളുള്ള കടയും ഓഫീസും പൂർണ്ണമായും കത്തി നശിച്ചു. തുടർന്ന് ദേശീയപാതയിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. വിവിധ അഗ്നിരക്ഷാസേന നിലയങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമയെ അപമാനിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ചെമ്മന്തൂർ സ്വദേശിയായ ഹരിലാലിനെ പുനലൂർ പോലീസ് പിടികൂടി. പ്രതിമയുടെ കൽക്കെട്ടിന് മുകളിൽ കയറി അതിക്രമം കാണിച്ച ഇയാൾ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ്. പരവൂർ നെടുങ്കോണം പാൽ സൊസൈറ്റിയിൽ പാലെടുക്കാത്തതിനെ തുടർന്ന് കല്ലുകുന്ന് സ്വദേശി വിഷ്ണു സ്വന്തം തലയിൽ പാൽ കമിഴ്ത്തി പ്രതിഷേധിച്ചു. തന്റെ പാലിന് അർഹമായ വില ലഭിക്കുന്നില്ലെന്നും ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞു പാൽ നിരസിക്കുകയായിരുന്നുവെന്നുമാണ് കർഷകന്റെ പരാതി. പുത്തൻതെരുവ് ഗ്യാസ് ടാങ്കർ ദുരന്തത്തിന് ഇന്ന് 16 വർഷം. 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ജംഗ്ഷനിൽ ഉണ്ടായ ഗ്യാസ് ടാങ്കർ ദുരന്തത്തിന്റെ 16ാം വാർഷികം സ്മരിക്കുന്നു. 12 പേരുടെ ജീവനാണ് അന്ന് അപകടത്തിൽ പൊലിഞ്ഞത്. സംസ്ഥാനത്ത് പൊതുവെ പ്രസന്നമായ കാലാവസ്ഥ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇന്നത്തെ സ്വർണ്ണവില: പവന് 99,880 രൂപ, ഗ്രാമിന് 12,485 രൂപ.